നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അകമഴിഞ്ഞ സഹായത്തോടെ അധികാരം പിടിച്ചെടുത്ത സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. BJPക്ക് ഒരു കാലത്തും കേവല ഭൂരിപക്ഷം കിട്ടാൻ മാത്രമുള്ള വോട്ട് ബാങ്ക് പശ്ചിമ ബംഗാളിൽ ജനറേറ്റ് ആകുകയില്ലായിരുന്നു. പക്ഷേ 90 ലക്ഷത്തിലധികം വോട്ടുകൾ അവിടെ നിന്നും വെട്ടിമാറ്റി തൃണമൂൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അപഹരിച്ചുകൊണ്ട് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നടത്തിയ കച്ചവടത്തിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്ന ഈ 200-ൽ പരം സീറ്റുകളിലുള്ള BJPയുടെ ലീഡ്, അതിലേക്കുള്ള വിജയം. അതിൽ കിടന്ന് അഹങ്കരിച്ചിട്ട് കാര്യമില്ല. അമിത്ഷാ വളരെ തന്ത്രപ്രധാനമായി 15ഓളം ദിവസം, അതായത് 2 ആഴ്ചയിൽ കൂടുതൽ അവിടെ തമ്പടിച്ചിരുന്നത് വലിയ രീതിയിലുള്ള കള്ളക്കളികൾക്ക് വേണ്ടിയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ്. മുഖ്യമന്ത്രിയായ മമതാ ബാനർജി രാജിവെക്കില്ല എന്നും ഭരണഘടനാ വിരുദ്ധമായാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്, അതുകൊണ്ട് തന്നെ പോരാട്ടം തെരുവിലേക്ക് ജനങ്ങളെ അണിനിരത്തി വലിച്ചിഴയ്ക്കുമെന്നും പറയുകയാണ്. വാസ്തവത്തിൽ BJPയുടെ കിളി പോവുകയാണ്. സുഗമമായ ഒരു അധികാര കൈമാറ്റം അവിടെ നടക്കില്ല. പല രീതിയിലും ബംഗാളിൽ അക്രമ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അവിടെ പല തോതിൽ BJPക്ക് ഭരണം കൈയാളാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുമോ എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ മുഴുവൻ രാജ്യം ഉറ്റുനോക്കുന്നത്. നോക്കൂ, തൃണമൂൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷവും BJP ജയിച്ച മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷവും നോക്കൂ. BJP 100ഓളം സീറ്റുകൾ അട്ടിമറിച്ചു എന്ന് മമതാ ബാനർജി വെറുതെ ഗീർവാണം വിടാൻ വേണ്ടി പറയുന്നതല്ല. തെളിവുകൾ സ്വാംശീകരിച്ചുകൊണ്ട് അവർ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളാണ്. BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ നഷ്ടങ്ങൾ അവിടെ ഉണ്ടാവുകയായി. അവരുടെ 18 സീറ്റ് എന്നുള്ളത് 2019 ലോക്സഭാ കണക്കാണെങ്കിൽ 2024 ആയപ്പോൾ അത് 12 ചുരുങ്ങുകയും തൃണമൂൽ കോൺഗ്രസ് 29 ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ട് മമതാ ബാനർജി അടക്കമുള്ളവർ പരാജിതരായി? കള്ളക്കളി എങ്ങനെയാണ് നടന്നത്? മമതയുടെ ഉരുക്കുകോട്ടയായ ഭവാനിപ്പൂരിൽ സുവേദു അധികാരി ചെന്ന് മത്സരിക്കുന്നു. സുവേദു അധികാരി അവിടെ 15,000-ഓളം വോട്ടുകൾക്ക് വിജയിക്കുന്നു. നന്ദിഗ്രാമവും നിലനിർത്തുന്നു. അങ്ങനെ സുവേദു അധികാരി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നാടകീയ നീക്കങ്ങൾ നടത്തി അതിനെ തടയാമെന്ന് ഭീതി മനസ്സിൽ വിചാരിക്കുക വേണ്ട എന്നാണ് കേന്ദ്ര നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇനിയും കളി കാണാൻ ബാക്കിയുണ്ട്.